നമ്മൾ ആരെങ്കിലും ഓടുന്ന ട്രെയിനിന് തലവെക്കാൻ പോകും. ലാലേട്ടൻ ഫാൻസ് പോലും ഈ ഒരു സിനിമക്ക് പോകാത്ത ടിവിയിൽ തന്നെ വരുമ്പോൾ കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കാറില്ല. സത്യം പറഞ്ഞാൽ കിരീടം റിലീസ് ചെയ്താൽ ആളുകൾ വരുമോ ഇല്ലയോ എന്നുള്ളത് അവർ ശരിക്കും ആലോചിച്ചെടുക്കേണ്ട തീരുമാനമായിരുന്നു എന്ന് വേണം എനിക്ക് പറയാൻ. ലോഹിത് ദാസ് എന്ന ഇതിന്റെ സ്ക്രീൻ റൈറ്ററാണ് ഈ കേരളത്തിലെ മലയാളികളെ വീണ്ടും തിയേറ്ററിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ കാരണമായിട്ടുള്ള ഒരു വ്യക്തി. കിരീടം ഒന്നുകൂടി പോയി തിയേറ്ററിൽ പോയി കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ്. മോഹൻലാലിന്റെ കിരീടം റിലീസായിട്ട് ഇറങ്ങിയപ്പോൾ ആവശ്യമില്ലാത്ത റിലീസ് മൂഞ്ചി, ഈ കിരീടം മൂഞ്ചി, ലാലേട്ടൻ മൂഞ്ചി എന്നിങ്ങനെയുള്ള കുപ്രചരണങ്ങളും ഒരുപാട് ഹേറ്റ് ക്യാമ്പയിനുകളും അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. കാരണം തിയേറ്ററിൽ ആളില്ല. ബുക്ക് മൈ ഷോ ഒക്കെ പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ടിക്കറ്റ് കുറവ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ സ്ഫടികമോ അല്ലെങ്കിൽ ദേവദൂതൻ പോലെയോ വലിയ രീതിയിലുള്ള ഒരോളമൊന്നും ഈ ഒരു കിരീടം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഉണ്ടാക്കാനും സാധിച്ചിട്ടില്ല. കിരീടം അത്ര മോശം സിനിമയാണോ? എന്തുകൊണ്ടാണ് ആളുകൾ കിരീടം സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടമില്ലാത്തത്? ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ആരെങ്കിലും ഓടുന്ന ട്രെയിനിന് തലവെക്കാൻ പോകും. നമ്മൾ മരിക്കും, അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യുള്ളൂ. നമ്മൾ ഓൾറെഡി ആ ഒരു സിനിമ കണ്ട് മാനസികമായി തകർന്ന വ്യക്തികളാണ് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും. അപ്പോൾ ഒരു തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് വീണ്ടും അത്തരം സിനിമകൾ കാണാനുള്ള മാനസികമായിട്ടുള്ള ഒരു ശക്തി ഇല്ലാത്ത ആളുകളാണ് ആ ഒരു സിനിമക്ക് പോകാത്തതെന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും കിരീടം ഒന്നുകൂടി പോയിരുന്ന് കാണാൻ, ടി വിയിൽ തന്നെ വരുമ്പോൾ കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കാറില്ല. അപ്പോൾ കിരീടം ഒന്നുകൂടി പോയി തിയേറ്ററിൽ പോയി കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ഞാനിത് പറയുന്നത് ലാലേട്ടൻ്റെ അത്യുഗ്രൻ അഭിനയവും തിലകനും ലാലേട്ടനും ചേർന്നുള്ള അഭിനയവും അതൊന്നുമല്ല. അതെല്ലാം നമുക്ക് പറയാം. അവർ ചേർന്നുള്ള അഭിനയം, മോഹൻലാലിൻ്റെ സ്റ്റേഷനിലെ സീൻ, തിലകനായിട്ടുള്ള രംഗങ്ങൾ എല്ലാം, ആ പാട്ട്, ഇതെല്ലാം നമ്മളെ ഹോണ്ട് ചെയ്യുന്ന സീനുകളാണ്. അപ്പോൾ അതിനുപരി ഞാൻ ഈ ഒരു സിനിമയെ കാണുന്നത് നമ്മുടെ ലൈഫ് ഏറ്റവും കൂടുതൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ, ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് ലോഹിത് ദാസ് എന്ന ഇതിൻ്റെ സ്ക്രീൻ റൈറ്ററാണ്. പുള്ളിയെ എത്ര അഭിനന്ദിച്ചാലും, അല്ലെങ്കിൽ പുള്ളിയാണ് ഈ ഇത്തരം സിനിമകൾ ഈ കേരളത്തിലെ മലയാളികളെ വീണ്ടും തിയേറ്ററിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ കാരണമായിട്ടുള്ളൊരു വ്യക്തി. നമുക്ക് പല സിനിമകളും, എല്ലാ സിനിമകളും നമുക്ക് പല രീതിയിലുള്ള വേദനകൾ തരും. പക്ഷേ ഈ ഒരു വേദന എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് വരും, ഹൃദയത്തിലാണ് ഇതിൻ്റെ വേദന വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് കണ്ട് നിൽക്കാൻ പറ്റില്ല. കാരണം എല്ലാ ആളുകളും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് ഒന്ന് എൻ്റർടൈൻ ചെയ്യാനാണ്. ഈ ഒരു സിനിമക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു സിനിമയിൽ എല്ലാം തകർച്ചയാണ്, ഫെയിലിയറാണ്. ലാലേട്ടൻ്റെ ജോലി പോകുന്നു, കുടുംബപരമായിട്ട് തകർന്നു പോകുന്നു, സ്റ്റേജ് പെണ്ണു പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ വിവാഹം കഴിച്ചു പോകുന്ന, നമ്മളെ കൊണ്ട് അവളെ കെട്ടില്ലെന്ന് ഉറപ്പാകുമ്പോൾ മറ്റൊരാൾ വിവാഹം കഴിച്ചു പോകുന്ന പെണ്ണ് അല്ലെങ്കിൽ ചെക്കൻ. അപ്പം എല്ലാം കൊണ്ടും നമ്മൾ ആ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഫെയിലായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ തകർന്നിരിക്കുന്ന ഘട്ടത്തിൽ ഈ ഒരു സിനിമ കൂടി കണ്ടാൽ നമുക്ക് വലിയ തരത്തിലുള്ള ഒരു വേദന വീണ്ടും സമ്മാനിക്കും എന്നുള്ളത് ബോധ്യമുള്ളതുകൊണ്ടാണ് മലയാളികളാലും അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസ് പോലും ഈ ഒരു സിനിമക്ക് പോകാത്തത്. നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും വേദനകളൊക്കെ ഉണ്ട്. ഒന്നും കൂടി ഈ ഒരു സിനിമ കണ്ട് ഒന്നും കൂടി ഹാർട്ടിന് വേദന ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നമ്മൾ പോകില്ല. സത്യം പറഞ്ഞാൽ കിരീടം റിലീസ് ചെയ്താൽ ആളുകൾ വരുമോ ഇല്ലയോ എന്നുള്ളത് അവർ ശരിക്കും ആലോചിച്ചെടുക്കേണ്ട തീരുമാനമായിരുന്നു എന്ന് വേണം എനിക്ക് പറയാൻ. ലാലേട്ടൻ മറ്റേ ചെങ്കോലിൽ പറയുന്ന പോലെ ഇടിമണലിൽ നിന്ന് ഇടിമണലിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി തകർന്നിരിക്കുന്ന ഒരാൾ ആ സിനിമ കാണാൻ നേരത്ത്, ലാലേട്ടനെ തിലകൻ്റെ രംഗങ്ങൾ കാണാൻ നേരത്ത് നമ്മുടെ അച്ഛനെയോ നമ്മുടെ മകനെയോ നമ്മുടെ കുടുംബത്തിനെയോ നമ്മുടെ കാമുകിയോ നമ്മുടെ കാമുകനെയോ ഒക്കെ ഓർത്തു പോകും. സ്ഫടികമോ ദേവദൂതനോ പോലെ അല്ല ഈ ഒരു സിനിമ. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ തിയേറ്ററിലേക്ക് പോകാത്തത്. അതിൻ്റെ പുറകിൽ അതിൻ്റെ ലാഭം കൊയ്യാൻ വേണ്ടി അത് റിലീസ് അബദ്ധമാണ്, റിലീസുകൾ ഇനി ഓടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമവും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് മനസ്സിൽ കൈവച്ച് പറയാൻ പറ്റുമല്ലോ. ലാലേട്ടൻ ഫാൻസ് ഉണ്ടാവും, മറ്റെല്ലാ ഫാൻസും ഉണ്ടാവും. മമ്മൂക്കയുടെ സിനിമയാണെങ്കിലും അമരമാണെങ്കിലും അത്തരം സിനിമകളൊക്കെ നമ്മൾ വീണ്ടും കാണാൻ നമ്മൾ ശ്രമിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയ്ക്ക് ആൾ കയറാത്തതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയ രീതിയിലൊരു ഹേറ്റ് ക്യാമ്പയിൻ വന്നുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് കിരീടം തിയേറ്ററിൽ പോയി കാണാത്തത്? അല്ലെങ്കിൽ കിരീടം 2-3 തവണ റീവാച്ച് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണോ? വിഷമിപ്പിക്കൂ എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ കാണാൻ പോകാത്തത്? ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.